ഒരുപാട് പേര് ഇടണമെന്ന് ആവശ്യപ്പെട്ട പെർഫെക്റ്റ് ക്രൗൺ എന്ന കഥയാണ് ഇന്ന് നമ്മൾ മൂവി മാനിയ മൂവീസിലൂടെ കാണാനായി പോകുന്നത്. നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് എടുക്കാം. അതിന് മുന്നേ ഇതുപോലത്തെ വീഡിയോസ് കാണാൻ കൂട്ടുകാർക്ക് ഇഷ്ടമാണെങ്കിൽ മറക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോക്ക് ലൈക്ക് കൊടുത്തും ഹൈപ്പ് കൊടുത്തും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഒപ്പം തന്നെ നമ്മുടെ വാട്സ്ആപ്പ് ചാനലിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള കൂട്ടുകാർ ഒന്ന് ജോയിൻ ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ. കഥ തുടങ്ങുന്നത് ഒരു നറേറ്റീവ് കേൾപ്പിച്ചുകൊണ്ടാണ്. അതായത് ജോസ്യൻ കാലഘട്ടം, കൊറിയയിലെ രാജഭരണം നടന്നിരുന്ന ആ ഒരു പുരാതന കാലഘട്ടം ആ പേരിലാണല്ലോ അറിയപ്പെടുന്നത്. ആ കാലത്ത് ആദ്യം അത് തുടങ്ങി വെച്ചത് ഒരു രാജാവാണല്ലേ. പിന്നീട് അത് രാജകുടുംബത്തിന്റെ സർവാധികാരം എന്ന രീതിക്ക് മാറി തുടങ്ങി. ആ ഒരു കുടുംബത്തിലെ ഓരോരുത്തർ ഭരണം ഏറ്റെടുത്ത് അങ്ങനെ നാട് മുഴുവൻ അവരുടെ കൈപ്പിടിയിലായി. റോയൽ ഫാമിലി എന്നത് ഒരു നാടിനെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു കാര്യമായി മാറി എല്ലാ വിധത്തിലും. പക്ഷെ പിന്നീട് കാലം പോകെ രാജഭരണം പതിയെ അവസാനിച്ചെങ്കിലും അവർക്ക് പ്രത്യേക പ്രിവിലേജ് തന്നെ ഉണ്ടായിരുന്നു. വലിയ വലിയ പൊളിറ്റീഷ്യൻസ്, സമൂഹത്തിൽ വലിയ നിലയിലുള്ള വലിയ ബിസിനസ്സുകാർ എന്നിവരെ കണക്ക് തന്നെ നാട്ടില് വലിയ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വിഭാഗം തന്നെയാണ് ഈ രാജകുടുംബത്തിലെ ആളുകൾ. അങ്ങനെ സൊസൈറ്റിയിലെ ഉന്നതരെന്ന് വിശേഷിപ്പിക്കുന്ന ഇത്തരം ആളുകൾക്കായി അന്നത്തെ കാലത്ത് തന്നെ പ്രത്യേകമായ ഒരു സ്കൂൾ തന്നെ രൂപീകരിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പൊ നമ്മൾ കാണുന്നത് 2009 കാലഘട്ടത്തിൽ നടക്കുന്ന കാര്യങ്ങളാണ്. മുന്നേ നമ്മൾ പറഞ്ഞ സ്കൂളിലെ വലിയ വലിയ ആളുകളുടെ മക്കളൊക്കെ പഠിക്കുന്ന സ്കൂള്, റോയൽ ഫാമിലിയിൽ പെട്ടവരും വലിയ ബിസിനസ്സുകാരും വലിയ പൊളിറ്റീഷ്യൻസിന്റെയും ഒക്കെ മക്കൾ പഠിക്കുന്ന സ്കൂളാണത്. ആ ഒരു സ്കൂളിൽ ഇപ്പൊ ഒരു എക്സാമിന്റെ റിസൾട്ട് പബ്ലിഷ് ചെയ്തിരിക്കുന്നു. ആ ടീം എന്ന ഒരു പയ്യൻ ആ റിസൾട്ട് നോക്കി ഭയങ്കര കലിപ്പില് ഇത്തവണയും അവള് തന്നെയോ ഫസ്റ്റ് വന്നിരിക്കുന്നതെന്ന് പറയുമ്പോഴാണ് നമ്മുടെ കഥാനായികയായ ഹുയിജുവിന്റെ എൻട്രി. ഹുയിജു എപ്പോഴത്തെയും പോലെ ഇത്തവണയും ഫസ്റ്റ് എത്തിയിരിക്കുന്നു. അവൾ അതിന്റെ സന്തോഷത്തിൽ നിൽക്കുമ്പോഴേക്കും മിന്നാകട്ടെ, നീ കൂടുതൽ സന്തോഷിക്കൊന്നും വേണ്ട, നീ റോയൽ ഫാമിലിയിലൊന്നും അല്ല, നീ ആരാണെന്നുള്ളത് ഇടയ്ക്ക് ഓർത്ത് വെച്ചോ എന്നൊക്കെ പറയുമ്പോഴേക്കും ഞാൻ എന്തോ ആയിക്കോട്ടെ, പക്ഷെ നീ എന്റെ മുമ്പിൽ തോറ്റോണ്ടിരിക്കുകയല്ലേ, അതിലും വലിയ കാര്യമൊന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞ് അവനെ കളിയാക്കി അവൾ അവിടെ നിന്ന് പോകുന്നു. മുന്നേ പറഞ്ഞ കണക്ക് തന്നെ ഹുയിജു ഭയങ്കര വലിയ ഫാമിലിന്ന് ഉള്ള ആളാണെന്ന് പറയാനും കഴിയില്ല, എന്നാൽ അല്ലെന്നും പറയാൻ കഴിയില്ല. അതിനൊരു കാരണം എന്താന്ന് വെച്ചാൽ അവൾ വലിയൊരു ബിസിനസ്സുകാരന്റെ മകളാണ്. പക്ഷെ നിയമപരമായ വിവാഹ ബന്ധത്തിലെ മകളല്ല, മറിച്ച് ഒരു അവിഹിത ബന്ധത്തിൽ ഉണ്ടായ മകളാണ്. അതുകൊണ്ട് തന്നെ അവൾക്ക് ആ ഒരു വിലയെ ഈ സ്കൂളിലുള്ളവർ കൊടുക്കുന്നുള്ളൂ എന്ന് പറയാം. ഈ കുട്ടികൾ മാത്രമല്ല, ഇപ്പൊ തന്നെ അവളുടെ പ്രിൻസിപ്പൽ അവൾ ഈ സ്കോർ ചെയ്ത മാർക്കിന്റെ പേരിൽ അഭിനന്ദിക്കുന്ന കണക്ക് വിളിച്ച് സംസാരിക്കുന്നുണ്ടെങ്കിലും ഒരുമാതിരി കുത്തി മോന വെച്ച് നിന്റെ സ്ഥാനം ഇതാണ് എന്ന ആ ഒരു രീതിക്ക് ഓർമ്മപ്പെടുത്തുന്ന കണക്കാണ് സംസാരിക്കുന്നത്. ഒരു ക്ലോക്ക് കൊടുത്ത് ഇതാരാ കണ്ടുപിടിച്ചതെന്ന് അറിയാമോ എന്ന് തിരക്കുമ്പോ അവൾ അവിടെ വെച്ചിരിക്കുന്ന ഒരു കിങ്ങിന്റെ ഫോട്ടോയിലേക്ക് നോക്കാണ്. അത് കാണുന്ന പ്രിൻസിപ്പൽ അതെ, ആളൊരു പ്രോസ്റ്റിറ്റ്യൂട്ടിന്റെ മകനാണെങ്കിലും ഭയങ്കര ബുദ്ധിശാലിയായിരുന്നു എന്ന് ഒരുമാതിരി കുത്തിക്കൊണ്ട് സംസാരിക്കുന്നുണ്ട്. എന്തായാലും അത് അവൾക്ക് ഗിഫ്റ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ 1ാം സ്ഥാനം മേടിച്ചതിന് അവളുടെ പൊസിഷൻ എന്താണെന്ന് ഓർമ്മപ്പെടുത്തുന്ന രീതിയിൽ ഒരു ഡയലോഗ് അടിച്ചുകൊണ്ടാണല്ലോ അത് കൊടുക്കുന്നത്. അവൾ എന്തായാലും അത് വാങ്ങുന്നുണ്ടെങ്കിലും അത് അവിടെ ഒരു സ്ഥലത്ത് വെച്ചിട്ടങ്ങ് പോകുന്നു. പക്ഷെ ഹുയിജു അതൊന്നും കാര്യമാക്കുന്നേ ഇല്ല. അവൾ ആരാണ്, അവളുടെ വെർത്ത് എന്താണ് എന്നത് നന്നായിട്ട് അറിയാം. നമ്മൾ ജനിച്ച സാഹചര്യം ഒരിക്കലും നമ്മുടെ വെർത്തിനെ ഡിഫൈൻ ചെയ്യാൻ പാടില്ലല്ലോ. അതുകൊണ്ട് തന്നെ അവൾക്ക് നേരെ വരുന്ന ഈ നെഗറ്റിവിറ്റി ഒന്നും മൈൻഡ് ചെയ്യാതെ അവളുടെ കാര്യത്തിൽ ഫോക്കസ് ചെയ്ത് അങ്ങനെ പഠനത്തിന് ശേഷം അച്ഛന്റെ ഒരു സ്ഥാപനം ഏറ്റെടുത്തിപ്പോ മുന്നോട്ട് നടത്തിക്കൊണ്ടു പോവുകയാണ് ഹുയിജു. അവളതിന്റെ CEO ആണ്. കാസൽ ബ്യൂട്ടി എന്നാണ് ഹീജുവിന്റെ സ്ഥാപനത്തിന്റെ പേര്. ഇപ്പൊ ഒരു ചെറിയ പ്രശ്നം അവർ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ പേരിൽ എംപ്ലോയീസുമായി എങ്ങനെ ഇവരുടെ ബ്രാൻഡിനെ മുന്നോട്ട് എത്തിക്കാം, ഫസ്റ്റ് ആകാം എന്നതാണ് അവളിപ്പോ ഡിസ്കസ് ചെയ്യുന്നത്. ഹീജുവിനെ സംബന്ധിച്ച് അവളുടെ ബ്രാൻഡ് ആയിരിക്കണം നമ്പർ 1. അതിന് എന്ത് ചെയ്യേണ്ടി വന്നാലും സാരമില്ല, 1ാം സ്ഥാനം വിട്ടുകളയരുത് എന്നൊരു ഭയങ്കര കോമ്പറ്റേറ്റീവ് മൈൻഡ് ഉള്ളത് കൊണ്ട് തന്നെ സ്റ്റാഫ്സിനോട് നമ്മുടെ PR വർക്കൊക്കെ എത്രയും പെട്ടെന്ന് ആരംഭിക്കണം എന്നൊക്കെ പറയുമ്പോഴേക്കും ഹീജുവിന്റെ PA അവിടേക്ക് എത്തി ഇന്ന് മജസ്റ്റിയുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ ഉണ്ട്, അതിന് പോകണം എന്ന കാര്യം ഓർമ്മപ്പെടുത്തുമ്പോഴേക്കും ഞാൻ ആ സെലിബ്രേഷന് പോയിട്ട് വരുമ്പോഴേക്കും നിങ്ങൾ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ സെറ്റാക്കി PR വർക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ടുള്ള അറേഞ്ച്മെന്റ്സിലായിരിക്കണമെന്ന് ഹീജു പറയുന്നുണ്ട്. സക്സസറായ കാസൽ ബ്യൂട്ടിയുടെ CEO ആയ ഹീജുവിനെ മജസ്റ്റിയുടെ ബർത്ത്ഡേ പാർട്ടിക്ക് ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടെന്നും അതിന് പോകുന്ന ടൈം ഹീജു ധരിക്കുന്ന ഡ്രസ്സ് ഇതാണ്, യൂസ് ചെയ്യുന്ന ബാഗ് ഇതാണ് എന്നതിനെ പറ്റിയൊക്കെ ആർട്ടിക്കിൾ എഴുതണമെന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത്. അങ്ങനെ ആ ഒരു ടീം PA തിരക്കുന്നുണ്ട്. അങ്ങനെ സക്സസർ എന്നൊക്കെ പറഞ്ഞു കൊടുക്കണോ, സക്സസർ അല്ലാന്ന് എല്ലാവർക്കും അറിയാമല്ലോ എന്നല്ല, കാരണം നേരായ രീതിക്ക് ഉണ്ടായ മകളല്ലല്ലോ ഹീജു. അപ്പൊ ആ ഒരു രീതിക്കാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഹീജു അതൊന്നും കാര്യമല്ല, എന്തായാലും ഇങ്ങനെ ആർട്ടിക്കിൾ കൊടുക്കുക, ഇങ്ങനെ കോൺട്രവേഴ്സി ഒക്കെ ഉണ്ടാക്കിയേ നമുക്ക് PR വർക്ക് കൂട്ടാൻ പറ്റത്തുള്ളൂ എന്ന് ഹീജു പറയുന്നുണ്ട്. അല്ലെങ്കിൽ പോസിറ്റീവ് പബ്ലിസിറ്റിയേക്കാൾ നെഗറ്റീവ് പബ്ലിസിറ്റി കാട്ടുതീ പോലെ പടർന്ന് കയറുമല്ലോ. അങ്ങനെ ഹീജു ആ ഒരു ഫംഗ്ഷന് പോകാൻ റെഡി ആവുന്ന ഇതേ ടീം തന്നെ നമുക്ക് നമ്മുടെ ക്രൗൺ പ്രിൻസ് ആയ ഇയാനെയാണ് കാണുന്നത്. ഹണ്ടിങ് ഒക്കെ കഴിഞ്ഞു വന്ന് ഇയാൻ റെഡി ആവുകയാണ്. ആ ടീം ഇയാന്റെ അസിസ്റ്റന്റ് എത്തി ബർത്ത്ഡേ പാർട്ടിയുടെ കാര്യം ഓർമ്മപ്പെടുത്തുമ്പോ എനിക്കെങ്ങും വയ്യ, എനിക്ക് ഉറക്കം വരുന്നു,
ഞാൻ ഹണ്ട് ചെയ്ത് ക്ഷീണിച്ചു എന്നെല്ലാം ഞാൻ പറയുന്ന ടീം ഉറക്കമൊക്കെ പിന്നത്തേക്കാകാം, ഇനിയിപ്പോ ഉറങ്ങാൻ നിന്നാൽ ലേറ്റ് ആവും, ബർത്ത്ഡേ പാർട്ടിക്ക് പോവണ്ടേ, ഗിഫ്റ്റ് ഒക്കെ സെറ്റ് ആക്കണ്ടേ എന്ന് പറഞ്ഞ പിയെ ധൃതി കൂട്ടുന്നുണ്ട്. അപ്പോഴേക്കും ആ റോയൽ ബർത്ത്ഡേ ഫംഗ്ഷൻ നടക്കുന്ന സ്ഥലമാണ് നമ്മൾ കാണുന്നത്. പേര് പോലെ തന്നെ പരിപാടിയെല്ലാം ഭയങ്കര റോയൽ ആണ്. ആളുകളൊക്കെ ഉണ്ട്, ഇഷ്ടം പോലെ മീഡിയക്കാരുണ്ട്. കാരണം വലിയ വലിയ ആളുകളൊക്കെ സെലിബ്രേഷനിൽ പങ്കെടുക്കാൻ എത്തുമല്ലോ. അങ്ങനെ കാര്യങ്ങൾ നടക്കുമ്പോഴേക്കും അവിടേക്ക് ഒരു കാർ വന്ന് നിൽക്കുന്നു. ആ കാറിന്റെ വരവ് തന്നെ ഭയങ്കര സ്റ്റൈലായിരുന്നു. അതിൽ നിന്ന് ഭയങ്കര സ്റ്റൈലിൽ എല്ലാവരുടെയും ശ്രദ്ധ ആകർഷിക്കുന്ന കണക്ക് ഒരു റെഡ് ഡ്രസ് ഒക്കെ ഇട്ട് നല്ല സ്റ്റൈലിഷ് ആയിട്ട് നമ്മുടെ ഹീജു പുറത്തേക്ക് ഇങ്ങനെ ഇറങ്ങി വരുന്നുണ്ട്. അവളെ എല്ലാ ജേർണലിസ്റ്റുമാരും ക്യാപ്ചർ ചെയ്ത് ഭയങ്കര അഡ്മയർ ചെയ്യുന്ന കണക്ക് അവളിങ്ങനെ പെട്ടെന്ന് എല്ലാവരുടെയും കണ്ണില് ഭയങ്കര സംഭവമായി മാറുന്നുണ്ട്. തുടർന്ന് അവൾ ഇട്ടിരിക്കുന്ന ഡ്രസ്സിനെ പറ്റിയും ബാഗിനെ പറ്റിയും ഒക്കെ അവളുടെ സ്റ്റാഫ്സ് വേഗം തന്നെ അവൾ ഏൽപ്പിച്ചിട്ട് പോയ കണക്ക് ആർട്ടിക്കിൾസ് എഴുതി PR വർക്കൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നു. അങ്ങനെ ഓൺലൈനിൽ മുഴുവൻ ഹീജുവും അവളുടെ ആ ഒരു വേഷവിധാനങ്ങളും അവരുടെ ബ്രാൻഡിന്റെ കാര്യങ്ങളും ഒക്കെ തന്നെ ഭയങ്കര വൈറൽ ആവുന്നുണ്ട്. അങ്ങനെ വേഗം തന്നെ അവരുടെ ഈ പ്രോഡക്ട്സ് ഒക്കെ സോൾഡ് ഔട്ട് ആകുന്നുണ്ട്. ആ ന്യൂസ് അറിയുമ്പോൾ ഹീജു അങ്ങനെ ഭയങ്കര ഹാപ്പി ആയിട്ട് മനസ്സിൽ വിചാരിച്ച കാര്യം നടന്നു എന്ന രീതിക്കാണ് ഒരു ബർത്ത്ഡേ ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യാനേ അകത്തേക്ക് ഇങ്ങനെ കയറുന്നത് തന്നെ. അകത്തെത്തിയ ഹീജുവിനെ കണ്ട് ചില പെൺകുട്ടികൾ കമന്റ് അടിക്കുന്നുണ്ടായിരുന്നു. കാണാൻ സുന്ദരിയാണെങ്കിലും അവളാകട്ടെ ഒരു ക്ലൗഡ് ചേസർ ആണെന്ന് അവർ പറയുന്നു. അതായത് ഈ പോപ്പുലർ ആയിട്ടുള്ള ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ആളുകളുമായി പ്രശ്നങ്ങൾ ഉണ്ടാക്കി അതുവഴി സോഷ്യൽ സ്റ്റാറ്റസും ഫോളോവേഴ്സും ഒരു പോപ്പുലാരിറ്റി ഒക്കെ കൂട്ടാൻ നോക്കുന്ന ഒരാൾ എന്ന രീതിക്ക്, അതായത് സമൂഹത്തിൽ നിലയും വിലയുള്ള ആളുകളുമായി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയാലേ ഏതൊരു സാധാരണക്കാരനും പെട്ടെന്ന് നാലാൾ അറിഞ്ഞ് ശ്രദ്ധ നേടാൻ സാധിക്കല്ലോ. അതൊരു നെഗറ്റീവ് പബ്ലിസിറ്റി ആണെങ്കിൽ പോലും ആ രീതിക്കുള്ള ഒരു സ്വഭാവമുള്ളവളാണ് അവൾ എന്ന് പറയുന്നുണ്ട്. ഇവള കാസിൽ ഗ്രൂപ്പിന്റെ രണ്ടാമത്തെ മകളല്ലെന്ന് തിരക്കുമ്പോൾ മറ്റൊരാൾ പറയുന്നുണ്ട്, അത് നേരായ വഴിയിലുള്ള മകളൊന്നും അല്ലെന്നേ, കല്യാണം കഴിക്കാതെ ഉള്ള കൊച്ച. ഇവൾക്ക് 10 വയസ്സായപ്പോഴും അങ്ങനെ ഒരു കൊച്ചുള്ള കാര്യം തന്നെ ബാക്കിയുള്ളവർ അറിയുന്നത്. അവൾക്കൊന്നും ഒരു നിലയും വിലയില്ല എന്നൊക്കെ അവർ പറയുമ്പോൾ ഇതൊക്കെ ഹീജു കേൾക്കുന്നുണ്ട്. അവൾക്ക് കേട്ടിരിക്കാൻ വയ്യ. ദേഷ്യം എന്നവൾ കയ്യിലുണ്ടായിരുന്ന ആ ഒരു വൈൻ ഗ്ലാസ് പൊട്ടിച്ച് അവർക്ക് നേരെ നോക്കി ചിരിക്കുമ്പോഴേക്കും ഇവളൊരു സൈക്കോയെ കണക്ക് ഇങ്ങനെ കാണിക്കുന്നത് കണ്ട് അവർ പിന്നെ ഒന്നും പറഞ്ഞ് പണി മേടിക്കാൻ നിൽക്കാതെ വേഗം അവിടെ നിന്ന് എസ്കേപ്പ് ആവുന്നു. അങ്ങനെ അവിടെ വെച്ച് അവൾ തേജുവിനെ കാണുന്നു. തേജു അവളുടെ ഹാഫ് സിബ്ലിംഗ് ആണ്, അതായത് അവളുടെ അച്ഛന്റെ മകനാണ്, അവളുടെ ചേട്ടനാണ്. ഈ ഒരു ടീം തേജു അവളെ കളിയാക്കുന്നുണ്ട്. നിന്റെ ഈ ആറ്റിറ്റ്യൂഡ് ഒക്കെ കാരണം നിനക്ക് മാനേഴ്സ് ഇല്ല എന്നൊക്കെ എല്ലാവരും പറയുന്നത്. മാനേഴ്സ് മാത്രമല്ല, മാർക്കറ്റിംഗിലും ബിസിനസ് എങ്ങനെ നന്നായി മുന്നോട്ട് കൊണ്ടുപോകണം എന്നതിലും നിനക്ക് യാതൊരു അറിവില്ലെന്നും എനിക്ക് മനസ്സിലായി. കഴിഞ്ഞ മാർക്കറ്റിംഗ് തന്ത്രങ്ങളൊക്കെ പാളിപ്പോയല്ലേ എന്നൊക്കെ പറയുമ്പോൾ ഞാൻ നിങ്ങളെ പോലെ ചീപ്പ് മാർക്കറ്റിംഗ് തന്ത്രങ്ങൾ ഉപയോഗിക്കാറില്ല. ഞാൻ നേരായ രീതിക്ക് ബിസിനസ് ചെയ്യുന്ന ഒരാളാണ്. പിന്നെ തേജുവിന്റെ ഒരു ചീപ്പായ മാർക്കറ്റിംഗ് ട്രിക്സും എന്റെ കമ്പനിയെ താഴേക്ക് കൊണ്ടുവരില്ല എന്നും കൂടി അവൾ പറയുമ്പോൾ ഞാനൊരു നല്ല ഉപദേശം തന്നേ ഉള്ളൂ. നമ്മളൊന്നുമില്ലെങ്കിലും സിബ്ലിങ്സ് അല്ലേ എന്നെല്ലാം അവൻ കുത്തി സംസാരിക്കുമ്പോൾ അവൻ കുത്തുന്നതാണെന്ന് മനസ്സിലാക്കുന്ന അവൾ, നമ്മൾ സാധാരണ സിബ്ലിങ്സ് അല്ല, നമ്മൾ വളരെ കോമ്പറ്റീറ്റീവ് ആയ സിബ്ലിങ്സ് ആണ്. പരസ്പരം ആരുടെ ബിസിനസ് ആണ് നന്നായി മുന്നോട്ട് പോകുന്നതെന്ന് അറിയാനായി മത്സരിക്കുന്ന സിബ്ലിങ്സ്. എനിക്ക് ബിസിനസ് നോക്കാൻ അറിയാന്ന് പറഞ്ഞ് അവൾ തേജുവിനെ മൈൻഡ് ചെയ്യുന്നില്ല. അങ്ങനെ എന്തായാലും ഈ ബർത്ത്ഡേ ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യാനായി വന്നിരിക്കുന്ന ഗസ്റ്റുകളെ ഒക്കെ തന്നെ ഡിന്നർ ഹാളിലേക്ക് കൊണ്ടുപോകുന്നു. അവിടെ അവർക്കുള്ള പണത്തിന്റെയും പദവിയുടെയും അടിസ്ഥാനത്തിലാണ് സീറ്റിംഗ്. ഭയങ്കര റിച്ച് ആയിട്ടുള്ളവർക്ക് ഫസ്റ്റ് റോയും അതിനുശേഷമുള്ളവർക്ക് സെക്കൻഡ് റോയും. സെക്കൻഡ് റോയിലാണ് നമ്മുടെ ഹീജുവും തേജുവും ഒക്കെ ഇരിക്കുന്നത്. എന്തായാലും അപ്പോഴേക്കും ഈ ഫംഗ്ഷൻ എന്താ തുടങ്ങാത്തെന്ന് തേജുവിന് നല്ല ദേഷ്യം വരുന്നുണ്ടായിരുന്നു. ക്രൗൺ പ്രിൻസ് ഇയാൻ എത്തിയിട്ടില്ലാന്ന് ആ സമയം ഹീജു പറയുന്നുണ്ട്. എന്തായാലും അവിടെ ഇരിക്കുന്ന രാജാവ് ആരാണെന്ന് നിങ്ങൾ കണ്ടോ? ആ കുട്ടിപ്പയ്യനാണ് കേട്ടോ ഇവിടുത്തെ രാജാവ്. അടുത്ത് അമ്മ ക്വീനും ഇരിപ്പുണ്ട്. എന്തായാലും ലേറ്റ് ആയിട്ടാണ് ഇയാന്റെ അങ്ങോട്ടേക്കുള്ള വരവ്. ഇയാനെ കണ്ടപാടെ നമ്മുടെ രാജാവായ കുഞ്ഞിന് ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. പക്ഷെ അമ്മയുടെ മുഖം ഭയങ്കരമായിട്ട് വാടുന്നു. എന്താ ഈ ഡ്രസ് ഇട്ടോണ്ട് വന്നിരിക്കുന്നതെന്ന് വളരെ ഇൻഫോർമലായി ഹണ്ടിങ്ങിനൊക്കെ പോകുമ്പോൾ ഇടുന്ന ഔട്ട്ഫിറ്റ് ഇട്ടോണ്ട് വന്നിരിക്കുന്ന ഇയാനെ കണ്ട് ചോദിക്കുമ്പോഴേക്കും എന്ത് ഈ ഡ്രസ് ഇട്ടോണ്ട് വന്നിരിക്കുന്നതെന്ന് ക്വീൻ ദേഷ്യപ്പെടുമ്പോഴേക്കും ഇത് വളരെ കംഫർട്ടബിൾ ആണ്, അതിനെപ്പറ്റി നമുക്ക് പിന്നെ സംസാരിക്കാം, ഇപ്പൊ എന്തായാലും എല്ലാവരും ഇരിക്കല്ലേ, ഡിന്നർ സ്റ്റാർട്ട് ചെയ്യാന്ന് ഇയാൻ പറയുന്നുണ്ട്. അങ്ങനെ സെലിബ്രേഷൻ സ്റ്റാർട്ട് ആവുന്നു. ഈ അകത്ത് മാത്രമല്ല രാജ്യം ഒട്ടാകെ ഭയങ്കരമായ സെലിബ്രേഷൻ നടക്കുന്നുണ്ട്. രാജാവാകട്ടെ ആളുടെ ബർത്ത്ഡേ വിഷ് എഴുതുന്നു. എല്ലാവരും സന്തോഷമായിട്ടിരിക്കണം, എന്റെ അമ്മ, എന്റെ അങ്കിൾ, അങ്ങനെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കട്ടെ എന്നാണ് ബർത്ത്ഡേ വിഷായി എഴുതുന്നത്. അങ്ങനെ ഡിന്നർ ഒക്കെ ഒന്ന് അവസാനിച്ച ശേഷം പുറത്തു നിൽക്കുന്ന ഹീജു അവിടെ പ്രൈം മിനിസ്റ്റർ ജിയോങ് വുവിനെ കാണുന്നുണ്ട്. ഇവർ നല്ല സുഹൃത്തുക്കളാണ്. അതുകൊണ്ട് തന്നെ രണ്ടുപേരും കാണുമ്പോൾ വളരെ ഇൻഫോർമലായി സംസാരിക്കുന്നുണ്ട്. വലിയ ഫേമസ് ആയ ഒരു പൊളിറ്റീഷ്യൻ മാത്രമല്ല, ഈ ഒരു റോയൽ ഫാമിലിയിലെ മെമ്പറായി മാറാനും തന്റെ ഫ്രണ്ടിനെ സാധിച്ചതിലെ ഹീജുവിന് സന്തോഷം ഉണ്ടെങ്കിലും കളിയാക്കി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയുണ്ട് ബിസിനസ്? തേജുവിന്റെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ പറ്റുന്നുണ്ടോ, അതോ മുന്നത്തെ കണക്ക് തോറ്റു പോവാണോന്നല്ല ജിയോങ് വു തിരക്കുമ്പോ ഞാൻ തേജുവിനെക്കാളും ഒരുപാട് ബെറ്റർ ആയിട്ടാ ബിസിനസ് ചെയ്യുന്നതെന്ന് അവൾ പറയുന്നുണ്ട്. ആദ്യമാണ് അവളുടെ ഡ്രസ്സിനെ പറ്റി ജിയോങ് വു പറയുന്നത്. അറിയാലോ, ഇത്തരം ഡ്രസ്സ് പാലസ് ഇടാൻ പറ്റത്തില്ല, പ്രത്യേകിച്ച് ഈ റെഡ് കളർ ഡ്രസ്സ്. എല്ലാവരും ട്രഡീഷണൽ ആയിട്ട് ഡ്രസ് ചെയ്ത് വന്നപ്പോ നീ ഇത്രയും മോഡേൺ ആയിട്ട് ഡ്രസ് ചെയ്ത് വന്നത് കോൺട്രവേഴ്സി ഉണ്ടാക്കാനായിട്ടല്ലേന്ന് ചോദിക്കുമ്പോൾ അതേ അവൾ സമ്മതിക്കുന്നുണ്ട്. കാരണം അതാണല്ലോ അവളുടെ PR വർക്ക്. തേജു എന്ന് പറഞ്ഞാൽ അറിയാത്തവർക്ക് പോലും ഹീജു എന്ന് പറഞ്ഞാൽ അറിയാം. കാരണം എന്താ, ഞാൻ ശരിയായ രീതിയിലുള്ള മകളല്ലല്ലോ, അതുകൊണ്ട് ഞാൻ ഫേമസ് അവനേക്കാളും എന്നൊക്കെ പറഞ്ഞ് അവൾ അവളുടെ നെഗറ്റീവ് പബ്ലിസിറ്റിയുടെ കാര്യം ഇങ്ങനെ പറയുന്ന ടീം ഞങ്ങളൊന്നും പറയാതെ എന്നല്ല ജിയോങ് വു പറയുന്നുണ്ട്. അങ്ങനെ ജിയോങ് വുവിന്റെ അടുത്ത് പ്രിൻസ് ഇയാന്റെ അസിസ്റ്റന്റ് എത്തി കാണണമെന്ന് അറിയിക്കുകയാണ്. തുടർന്ന് ഇയാനെ കാണാനായി ജിയോങ് വു പോകുന്നുണ്ട്. ജിയോങ് വുവിനെ കണ്ട
കണ്ടപാടെ നീ എന്താ കല്യാണം കഴിക്കാത്തതെന്ന് ഇയാൻ ചോദിക്കാണ്. എന്തായാലും ഞാനും നിന്നെ പോലെ ഇതുവരെ കല്യാണം കഴിച്ചിട്ടില്ലെങ്കിലും എനിക്ക് നേരെ പ്രഷർ നന്നായി വരുന്നുണ്ട്. വീൻ എന്നെ കല്യാണം കഴിക്കാനായി ആവശ്യപ്പെട്ടുകൊണ്ടേ ഇരിക്കുകയാണെന്ന് ഇയാൻ പറയുന്നത്. അതായത് മുന്നേ കണ്ടില്ല രാജാവ്, അതൊരു 8 വയസ്സ് മാത്രമുള്ള കുട്ടിയാണ്. ആ കുട്ടിയുടെ അമ്മയാണ് ക്വീൻ, അതായത് ഇയാന്റെ ഏട്ടത്തിയായിട്ട് വരും. രാജാവ് ഇപ്പോ പ്രായപൂർത്തിയാകാത്ത ഒരു കൊച്ചുകുട്ടി ആയതുകൊണ്ട് തന്നെ രാജാവിന്റെ ബിഹാഫില് രാജ്യഭരണം നോക്കുന്ന ആളാണ്, ആ ഒരു പൊസിഷനിൽ ഇരിക്കുന്ന ആളാണ് ഇപ്പോ ഇയാൻ. ഈ മാരേജ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇയാന് അതിലൊന്നും ഇൻവോൾവ് ആവാൻ സാധിക്കില്ല. അപ്പൊ പിന്നെ ആ ഒരു ഉത്തരവാദിത്തങ്ങൾ മുഴുവനായി ജിയോങ്വൂനിലേക്ക് എത്തും. ജിയോങ്വൂൻ ഇപ്പോഴേ ഹെക്ടിക് വർക്കാണ്. അതിന്റെ കൂടെ നീ ഉത്തരവാദിത്തം കൂടി ആയാൽ എല്ലാം കൂടി എങ്ങനെ മാനേജ് ചെയ്യുന്നു അത് കേൾക്കുമ്പോഴേ ജിയോങ്വൂന് ടെൻഷൻ ആവുന്നു. അതുകൊണ്ട് ഇപ്പോഴേ കല്യാണം കഴിക്കേണ്ടെന്ന് ഇയാനോട് പറയുമ്പോൾ എനിക്ക് ഇപ്പോഴൊന്നും കല്യാണം കഴിക്കാൻ തീരെ താല്പര്യമില്ല, പക്ഷെ പ്രഷർ വന്നാൽ എന്ത് ചെയ്യും, അതുകൊണ്ട് എനിക്ക് നേരെ വരുന്ന കല്യാണത്തിന്റെ പ്രഷറൊക്കെ മാനേജ് ചെയ്യാനായിട്ട് എന്നെ സഹായിക്കണമെന്ന് ഇയാൻ ജിയോങ്വൂനോട് ആവശ്യപ്പെടുന്നുണ്ട്. അപ്പോഴേക്കും ഹീജു ആകട്ടെ ഒരു ഫോൺ കോൾ ചെയ്യാനേ റേഞ്ച് നോക്കി ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞു നടന്ന് നേരെ ചെന്ന് പ്രിൻസ് ഇയാന്റെ കണ്ണിൽ പെടുന്നുണ്ട്. ഇയാനാകട്ടെ മുന്നേ ജിയാങ്വൂനോട് സംസാരിച്ച ശേഷം ഇങ്ങനെ വരുന്ന ടീമാണ് ഇവിടെ ഹീജുവിനെ കാണുന്നത്. അതും പാലസില് പബ്ലിക്കിന്റെ ആക്സസ് ഇല്ലാത്ത വളരെ പ്രൈവറ്റ് ആയ ഒരു ഏരിയയിലാണ് വഴിതെറ്റിപ്പോ ഹീജു വന്ന് നിൽക്കുന്നത്. അവളെ കണ്ടപാടെ ഇയാൻ അടുത്തേക്ക് വരുന്നുണ്ട്. അവളാകട്ടെ പ്രിൻസ് അല്ല, അതുകൊണ്ട് ഭയങ്കര റെസ്പെക്റ്റിലൊക്കെ നിൽക്കാണ്. ആരാ എന്ന് ചോദിക്കുമ്പോൾ സോറി അറിയാതെ വന്നതാണെന്ന് അവൾ പറയുന്നുണ്ട്. പേരെന്താണെന്ന് തിരക്കുമ്പോൾ എന്റെ പേര് ഹീജു എന്ന് പറയുന്നവൾ ഞാൻ ഈ ഫംഗ്ഷനിൽ പങ്കെടുക്കാൻ വന്നതാ, അറിയാതെ ഈ ഒരു ഭാഗത്തേക്ക് വന്നതാണെന്ന് അവൾ സോറി പറയുമ്പോഴേക്കും അവളുടെ അടുത്തേക്ക് വളരെ ക്ലോസ് ആയി എത്തുന്ന ഇയാൻ ഞാൻ 3 സെക്കൻഡിനുള്ളിൽ പെട്ടെന്ന് ഇവിടുന്ന് പോയില്ലെങ്കിൽ പണിഷ്മെന്റ് കിട്ടുമെന്ന് പറഞ്ഞ് അവൻ കൗണ്ട് ചെയ്ത് തീരുമ്പോഴേക്കും പെട്ടെന്ന് അവിടെ ഭയങ്കര ഒരു ബൂം സൗണ്ട് കേൾക്കുന്നുണ്ട്. രണ്ടുപേരും ഞെട്ടി പോകുന്നുണ്ടായിരുന്നു. നീ ഇവിടെ തന്നെ നിൽക്ക്, ഞാൻ എന്താണെന്ന് നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞ് പ്രിൻസ് ഇയാൻ അങ്ങോട്ടേക്ക് ചെല്ലുമ്പോഴേക്കും അവിടെ ഭയങ്കര തീപിടുത്തം നടന്ന ആളുകൾ തലങ്ങും വിലങ്ങും ഒക്കെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു കാഴ്ച കാണുന്ന ഇയാന് എന്തോ ഒരു ഭയങ്കര ട്രോമാറ്റിക് ആയ ഒരു ഫ്ലാഷ് ബാക്ക് ഓർമ്മ വരുന്നുണ്ട്. ഇയാന്റെ ലൈഫിലെ ആരോ നഷ്ടപ്പെട്ട ഇത്തരം ഒരു തീപിടുത്തത്തിന്റെ എന്തോ ഒരു ഫ്ലാഷ് ബാക്ക്. പെട്ടെന്ന് ഇയാൻ അപ്സെറ്റ് ആവുമ്പോഴേക്കും ആക്ച്വലി അവിടെ നിൽക്കുന്നും പറഞ്ഞ് നിർത്തിയിട്ട് പോയിരുന്ന ഈജു ഇയാനെ ഫോളോ ചെയ്ത് ഇവിടെ വരെ എത്തിയിട്ടുണ്ടായിരുന്നു. എന്തായാലും അങ്ങോട്ടേക്ക് ആ ഒരു കാഴ്ച കണ്ട് സ്റ്റക്കായി നിൽക്കുന്ന ഇയാന്റെ അടുത്തേക്ക് ജിയോങ്വു എത്തി ഓക്കെ അല്ലേ എന്ന് തിരക്കുമ്പോഴേക്കും ക്വീൻ അങ്ങോട്ടേക്ക് എത്തി ഒരു ലൈഫ് കളഞ്ഞത് നിനക്ക് പോരല്ലേ, വീണ്ടും ആരെയൊക്കെ കൊല്ലാൻ വേണ്ടി ഇത് ചെയ്തെന്ന് ചോദിച്ചു അവന്റെ കർണക്കുറ്റി നോക്കി അടിക്കുന്നുണ്ട്. ഈ ഒരു കാഴ്ച അങ്ങോട്ട് വന്നിരുന്ന ഈജുവും കണ്ടിരുന്നല്ലോ. ശേഷം എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് അടുത്ത എപ്പിസോഡിലൂടെ കാണാം. അടുത്ത എപ്പിസോഡ് മൂവി മാനിയ റീലോഡഡ് എന്ന നമ്മുടെ ചാനലിലായിരിക്കും അപ്ലോഡ് ചെയ്യുക. ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യണേ, എങ്കിൽ മാത്രമേ അടുത്ത എപ്പിസോഡ് അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ കറക്റ്റായി കിട്ടും. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. വീണ്ടും പുതിയൊരു കഥയുമായി കാണാം. ബൈ.